ഇടുക്കി ജില്ലയിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് കുട്ടികൾ ഒപ്പനക്കാരാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? സൊക്കോസോ സ്കൂളിൽ നിന്നാണ്. നമ്മൾ ഒപ്പന കളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് വിളിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ട്. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഭുവന, ഫാത്തിമ, തഫ്സിയ, തൻഹ, നൗറിൻ, മെസ്റിൻ, ജന്നത്ത്, ജവാന, ഹുദ, ഷാഹില. ആഹാ, ഇതില് ഫാത്തിമയാണ് നമ്മുടെ മണവാട്ടി കുട്ടി. എന്താ പറയണേ, ഇവരുടെ ഒരു പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നന്നായി കളിക്കുന്നുണ്ടോ അവര്? അപ്പൊ എല്ലാരും പ്രാക്ടീസ് ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണല്ലേ? അപ്പോ വിശക്കണുണ്ടോ? ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ എല്ലാരും ഇരിക്കണേ? അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞിട്ടില്ല. അപ്പൊ വിശപ്പുണ്ടോ? കുറച്ച്. പിന്നെ നമുക്ക് ടെൻഷനും കൂടെ ഉള്ളതുകൊണ്ട് അധികം വിശപ്പ് അറിയില്ലായിരിക്കും അല്ലേ? അതെ. നമുക്കേ നിങ്ങളുടെ ഒപ്പനയിലെ രണ്ട് വരി പാട്ട് പാടിയിട്ടൊന്ന് ഇവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചു തരോ? പേരുത്താകയും ഗന്ധം പരത്തി മംഗളം റഹ്മത്തിൽ ചമയുന്ന പട്ടിനാൽ പൊതിയുന്ന കൂടി മധുഹുകൾ ചൊരിയുന്നു സ്വന്തമാമലിയാരുമൊത്ത് മംഗളം കശിയുന്നേ അടിപൊളി പെർഫോമൻസ് ആണ്. ഇവിടെ സ്റ്റേജിൽ പോയിട്ടും ഇതിനേക്കാൾ അടിപൊളിയാക്കണം, പ്രൈസ് വാങ്ങണം. ഓൾ ദി ബെസ്റ്റ്. നമ്മൾ കണ്ട മാള സൊക്കോസ് സ്കൂളിലെ ഒപ്പന ടീമിന് ആ ഒരു ഒപ്പന പഠിപ്പിച്ചു കൊടുത്ത ടീച്ചേഴ്സാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളുടെ പെർഫോമൻസ്? നല്ല ശുഭാവിശ്വാസത്തിലാണ്. പിന്നെ എല്ലാവരും മത്സരിക്കാമെന്നതാണ്. അപ്പോൾ ആർക്കാണോ ബെസ്റ്റ് പെർഫോമൻസ് അവർക്കാണ്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം? കുഴപ്പമില്ല, കോഴികളെ കഴിഞ്ഞ് നല്ലൊരു റിസൾട്ട് തന്നെയാണ് വന്നത്. നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കും ഓൾ ദി ബെസ്റ്റ്. കാരണം നമ്മുടെ കുട്ടികൾ സ്റ്റേജിൽ കയറാനായിട്ട് ഇരിക്കുകയാണല്ലോ. അപ്പോൾ എന്തായാലും നല്ല റിസൾട്ട് ഒക്കെ ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.